ഏവർക്കും നമസ്കാരം. JSK എന്ന് പറയുന്ന ഒരു മൂവി, അതായത് സുരേഷ് ഗോപി നായകനാകുന്ന ഒരു സിനിമയെ കുറിച്ച് വൻ വിവാദത്തിൽ തന്നെയാണല്ലോ. വരുന്നുണ്ട്. സെൻസർ ബോർഡിനോട് ദൈവങ്ങളുടെ പട്ടിക നൽകാൻ ആവശ്യപ്പെട്ട വിവരാവകാശ അപേക്ഷ. ആൺ ദൈവങ്ങളുടെയും പെൺ ദൈവങ്ങളുടെയും പട്ടിക വേണമെന്നാണ് ആവശ്യം. അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവനാണ് വിവരാവകാശ അപേക്ഷ നൽകിയത്. തന്റെ സിനിമയിലെ കഥാപാത്രങ്ങൾക്ക് പേരിടുമ്പോൾ ജാഗ്രത പുലർത്താൻ വേണ്ടിയാണ് പട്ടികയെന്ന് ഹരീഷ് പറഞ്ഞു. ലേപി സജീന്ദ്രൻ നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് ലേപി സജീന്ദ്രൻ. ശരിക്കും ബിരിയാണി കൊടുക്കുന്നുണ്ടോ? അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ സിനിമ എടുക്കുന്നുണ്ടോ, അതോ വിവാദത്തിനിടെ ദൈവങ്ങളുടെ പട്ടിക അത് സെൻസർ ബോർഡിന്റെ മുംബൈ ഓഫീസിലുള്ളവർക്ക് അത് പ്രശ്നമാണെങ്കിൽ ആ പട്ടിക തന്നാൽ ആ പട്ടികയിലെ പേരൊക്കെ ഒഴിവാക്കി കഥാപാത്രങ്ങളെയൊക്കെ എഴുതി തയ്യാറാക്കാനാണോ പദ്ധതി? സുജിയ, ഹരീഷ് വാസുദേവൻ സിനിമ എടുത്താലും ഇല്ലെങ്കിലും ഇത് വളരെ കൗതുകമുള്ള ഒരു വിവരാവകാശ അപേക്ഷ തന്നെയാണ്. ഇന്ന് സെൻസർ ബോർഡ് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രത്തിന് പ്രദർശനാനുമതി നൽകുമോ എന്നുള്ള കാര്യം അറിയാൻ കാത്തിരിക്കുകയാണ് കേരളം. ഇന്ന് അതിന്റെ പ്രദർശനാനുമതി ലഭിച്ചേക്കും വൈകുന്നേരത്തോടുകൂടി, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം. ഏതായാലും ഇന്ന് 10 മണിയോടുകൂടി അതിന്റെ പുതുക്കിയ പകർപ്പ് കൊടുക്കുന്നുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇത്തരം കൗതുകമുള്ളൊരു വിവരാവകാശ അപേക്ഷ മുംബൈയിലെ സെൻസർ ബോർഡിന്റെ ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നത്. സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയുടെ പുതുക്കിയ പതിപ്പ് സെൻസർ ബോർഡിന് സമർപ്പിച്ചു. പുതുക്കിയ പതിപ്പിൽ 2.5 മിനിറ്റിനിടെ 8 ഭാഗത്താണ് മ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ജാനകി എന്ന പേര് മ്യൂട്ട് ചെയ്യുകയായിരുന്നു. ഇത് സിനിമയുടെ പൂർണ്ണതയെ ബാധിക്കുമെന്ന ആശങ്ക അണിയറ പ്രവർത്തകർ പങ്കുവയ്ക്കുന്നുണ്ട്. സബ് ടൈറ്റിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. ലേബി സജീന്ദ്രൻ വിവരങ്ങളുമായി. ലേബി, വളരെ വേഗത്തിൽ പരിഷ്കാരം നടത്തിക്കൊണ്ട് പതിപ്പ് സമർപ്പിച്ചിരിക്കുകയാണ്. എത്ര കട്ടുകൾ, എത്ര എടുത്ത് മ്യൂട്ട് ചെയ്തിരിക്കുന്നു? സ്മൃതി, 11 മണിയോടുകൂടിയാണ് തിരുവനന്തപുരത്തെ സെൻസർ ബോർഡ് ഓഫീസിൽ ഇതിന്റെ പുതുക്കിയ പതിപ്പ് സമർപ്പിച്ചിരിക്കുന്നത്. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നതിന്റെ സബ് ടൈറ്റിൽ മാറ്റി JSK ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നാക്കിയിട്ടുണ്ട്. അതൊരു ഭാഗത്ത് നടത്തിയിരിക്കുന്ന മാറ്റമാണ്. മറ്റൊന്ന്, 6 ഭാഗത്ത് മ്യൂട്ട് വേണ്ടി വന്നു എന്നുള്ളതാണ്. മ്യൂട്ട് വേണ്ടി വന്നു എന്ന് പറയുമ്പോൾ 2.5 മിനിറ്റിനിടയിലാണ് ഇത്തരത്തിൽ മ്യൂട്ട് വേണ്ടി വന്നിരിക്കുന്നത്. ഇത് സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. കോടതിയിൽ വിസ്താരം നടക്കുന്ന ഭാഗമാണ്. കേന്ദ്ര കഥാപാത്രമായ ബലാത്സംഗത്തിനിരയായ കേന്ദ്ര കഥാപാത്രമായ ജാനകി വിസ്തരിക്കുന്ന ഭാഗം. അവിടെ ഈ ചിത്രത്തിന്റെ നായക കഥാപാത്രമായ സുരേഷ് ഗോപി ചോദിക്കുന്ന ചോദ്യങ്ങൾ, ഈ ജാനകിയെ സംബോധന ചെയ്യുന്ന ഭാഗങ്ങളിലാണ് തുടർച്ചയായി മ്യൂട്ട് വേണ്ടി വന്നിരിക്കുന്നത്. ഇത് ചിത്രത്തിന്റെ ഫ്ലോയെ ബാധിക്കും എന്നുള്ള ആശങ്ക അണിയറ പ്രവർത്തകർ പങ്കുവയ്ക്കുന്നുണ്ട്. ഏതായാലും 11:30 ഇത് സമർപ്പിച്ചിട്ടുണ്ട്. ഇത് സെൻസർ ബോർഡ് കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം ഇന്ന് തന്നെ ഇതിന്റെ പ്രദർശനാനുമതി ലഭിക്കുമെന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. അതുപോലെ മറ്റൊരു കാര്യവുമുണ്ട് സ്മൃതി. ആദ്യം ഈ സിനിമ പൂർണ്ണമായും മാറ്റി ഇതിന്റെ പുതുക്കിയ പതിപ്പ് നൽകണമെന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ പിന്നീട് സെൻസർ ബോർഡ് അറിയിച്ചത് ഇതിന്റെ മാറ്റം വരുത്തിയ ഭാഗം മാത്രം കൊടുത്താൽ മതിയെന്നാണ്. അത്തരത്തിൽ DVD-യിലാക്കി ഈ മാറ്റം വരുത്തിയ ഭാഗം മാത്രമാണ് ഇപ്പോൾ സെൻസർ ബോർഡ് തിരുവനന്തപുരത്തെ ഓഫീസിൽ സമർപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഞാൻ അന്ന് ആ ഒരു JSK സിനിമയായിട്ട് ബന്ധപ്പെട്ട് ഞാൻ എൻ്റെ ചാനലിൽ തന്നെ ഇട്ട ആ ഒരു വീഡിയോ നമുക്ക് ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം. ഇന്ത്യയിൽ ഇനി പ്രദർശിപ്പിക്കാൻ ഇരിക്കുന്ന ഏതൊരു സിനിമയാകട്ടെ, നിങ്ങളൊരു ഇപ്പോൾ ഓൺലൈൻ സൈറ്റ് സെൻസർ ബോർഡ് തന്നെ ഉണ്ട്, ഓൺലൈൻ പ്ലാറ്റ്ഫോം. അതിൽ കൃത്യമായിട്ടുള്ള നിയമവശങ്ങൾ, അതിൻ്റെ ഭാരവാഹികൾ ആരൊക്കെയാണ്, അതിൻ്റെ എല്ലാ മാനേജ്മെൻറ്റിൻ്റെ പൂർണ്ണമായിട്ടുള്ള എല്ലാ വിവരങ്ങളും നമുക്ക് ഓൺലൈനിൽ തന്നെ കാണാൻ കഴിയും. അപ്പോൾ അതിനകത്ത് തന്നെ ഈ സിനിമയിലെ നിർമ്മാതാക്കളായാലും സംവിധായകനായാലും ഡയറക്ടേഴ്സ് ആയാലും അവർക്ക് ഒരു പേര് ചെക്ക് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കണം എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. കാരണം ഇന്ത്യയിൽ ഇന്ന് ഏകദേശം കോടിക്കടുത്ത് സിനിമകൾ റിലീസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി ഒരു പക്ഷേ സിനിമകൾ വരുമ്പോൾ പേര് മറ്റു പേരുമായിട്ട് സാമ്യപ്പെടുത്തി അവർക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത്രയും സിനിമകൾ ഇറക്കിയതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ അവർക്ക് ചിലപ്പോൾ ഇനി സിനിമയുടെ പേര് കിട്ടാതെ ഒരു ബുദ്ധിമുട്ടാവുകയോ അങ്ങനൊന്നും നമുക്ക് ചിന്തിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരു സിനിമയുടെ ഇപ്പം നിലവിലുള്ള സിനിമകളുടെ പേര് എന്തായാലും നമുക്ക് ഇനി ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇനി സിനിമകളുടെ പേര് ഉപയോഗിക്കുമ്പോൾ ഏത് പേര് ഉപയോഗിക്കണം, അത് ആ ഓൺലൈൻ സൈറ്റിൽ സെർച്ച് പോയിന്റ് ആയിട്ട് ഇടുക. അതായത് ആ പേര് അവിടെ ടൈപ്പ് ചെയ്യുകയും അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ സെയിം പേര് മറ്റു സിനിമകൾക്കുണ്ടോ എന്നറിയാൻ പറ്റും. അതുപോലെ തന്നെ ഇത് അപ്രൂവൽ ആകുമോ എന്നുള്ളത് കൂടി നമുക്കറിയാൻ സാധിക്കുന്ന രീതിയിൽ ആ പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ലേ, എൻ്റെ ഒരു ആശങ്ക മാത്രമാണ്. അപ്പൊ ഈ വിഷയത്തിൽ ഹരീഷ് വാസുദേവൻ എന്ന് പറയുന്ന ഒരു ഹൈക്കോടതി അഡ്വക്കേറ്റ് ആണ്. അദ്ദേഹം സെൻസർ ബോർഡിന് മുന്നിൽ ഒരു വിവരാവകാശ രേഖ വേണമെന്ന് പറഞ്ഞുകൊണ്ടൊരു ആവശ്യം പത്രത്തിൽ വന്നിട്ടുണ്ട്. പത്രത്തിൽ വന്നത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലും അദ്ദേഹം അതിനെപ്പറ്റി ഒരു ചെറിയ വിവരണം കൊടുത്തിട്ടുണ്ട്. അതിൽ പറയുന്നത് സെൻസർ ബോർഡിന് മുന്നിൽ വിവരാവകാശ രേഖ വേണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ, ഇങ്ങനെയാണ് ആ പത്രത്തിന്റെ ഹെഡിങ് കൊടുത്തിരിക്കുന്നത്.
അതിനോടൊപ്പം തന്നെ ഹരീഷ് വാസുദേവൻ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ സിനിമയിലെ കഥകളിൽ കഥാപാത്രങ്ങളുടെ പേരിടുമ്പോൾ ദൈവങ്ങളുടെ പേര് വരരുതല്ലോ. അതാണ് പുതിയ സംഖ്യന്യായം. ഇപ്പൊ നിലവിലിപ്പോ ഇതാണ് വിഷയം. അതായത് ഒരു സിനിമ റിലീസാകാൻ നേരം ആ സിനിമയിലെ കഥാപാത്രങ്ങളുടെ പേര് അത് ഹിന്ദു മതവുമായിട്ട് ബന്ധപ്പെട്ട ദൈവങ്ങളുടെ പേര് വരരുതെന്നാണ് സെൻസർ ബോർഡ് പറഞ്ഞുകൊണ്ടാണ് ആ സിനിമ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. ഈ ഹരീഷ് വാസുദേവൻ പറയുന്ന ഏകദേശ രൂപമാണ് ഞാൻ ആ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് ഇദ്ദേഹത്തിന്റെ അത്രയും കഴിവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ഇത് ഒരു നിയമ പരിജ്ഞാനമുള്ള ആളാണ്. അന്നേരം അതിൻ്റെതായിട്ടുള്ള രീതി ആ പ്രൊസീജിയറിലാണ് കക്ഷി പോയിരിക്കുന്നത്. അത് സത്യം പറഞ്ഞാൽ ഈ ഒരു നീക്കത്തിന്റെ പേരിൽ ഇദ്ദേഹത്തോട് വളരെയധികം ബഹുമാനം തന്നെയാണ് നമുക്ക്. സത്യത്തിൽ ഇതൊരു സംഘപരിവാറിന് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു ഊക്കാണിത്. ഈ ഒരു കാര്യത്തിൽ മനസ്സിലാവത്തൊന്നുമില്ല, എന്നാലും ഇവർക്ക് മനസ്സിലാവില്ല. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കേ, അദ്ദേഹം പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാല് ഇനി വരുന്ന സിനിമകൾ അല്ലെങ്കിൽ ഒരു സിനിമ എന്താ പറയാ അതിന്റെ ചിത്രീകരണം കഴിഞ്ഞു, അതിന്റെ ഒരു സിനിമയുടെ പേര് കൊടുക്കുന്നു, അല്ലെങ്കിൽ ആ സിനിമയുടെ നായികയ്ക്ക് പേര് കൊടുക്കുന്നു, നായകന് അല്ലെങ്കിൽ ആ കഥാപാത്രത്തിൽ ആ സിനിമയിൽ വരുന്ന വില്ലൻ കഥാപാത്രം. അപ്പൊ ഇവർക്കൊക്കെ പേര് കൊടുക്കുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചേ കൊടുക്കാൻ പറ്റൂ. അത് മാത്രമല്ല, നമ്മൾ ശ്രദ്ധിച്ച ഒരു പേര് കൊടുത്താൽ തന്നെയും സെൻസർ ബോർഡിന്റെ മുന്നിൽ വരുമ്പോഴായിരിക്കും ഇവരിത് ബ്ലോക്ക് ചെയ്യുന്നത്. കാരണം കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് വലിയൊരു സമയം ചെലവഴിച്ച് കൊണ്ട് അറിയാമല്ലോ സിനിമാ മേഖലയിൽ ഇത്രത്തോളം ആൾക്കാരാണ് വർക്ക് ചെയ്യുന്നത്, എന്തുമാത്രം ബുദ്ധിമുട്ടാണ് അവർക്ക്. ഇവരൊരു സെക്കൻഡ് കൊണ്ട് ഇത് പറ്റത്തില്ല എന്ന് പറയുമ്പോൾ അവരുടെയൊക്കെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു വേദന നമുക്ക് മനസ്സിലാവും. ഇപ്പൊ സുരേഷ് ഗോപിക്ക് ഇപ്പോഴാണ് കുറച്ചെങ്കിലും കാര്യം മനസ്സിലായത്. ഇനി ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ സിനിമാ മേഖലയുടെ ഭാവി എന്താണെന്ന് ചെറിയൊരു രീതിയിലെങ്കിലും മനസ്സിലായത് ഇപ്പോഴാണ്. അദ്ദേഹം നാക്കെടുത്തൊരു കമാന്നൊരു അക്ഷരം ഈ വിഷയത്തെ കുറിച്ച് മിണ്ടിയിട്ടുമില്ല, മിണ്ടാൻ പറ്റത്തില്ല, ആ രീതിയിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. അത് ഇനിയെങ്കിലും അവൻ മനസ്സിലാക്കണമെന്ന് തന്നെയാണ്. നമ്മൾ സംഘപരിവാറിന്റെ ഒരു എന്താ പറയുന്ന രാഷ്ട്രീയമോ അവർക്കുള്ള സ്വാതന്ത്ര്യത്തെയോ അവകാശങ്ങളെയോ ഒന്നും നമ്മൾ ഇല്ലാതാക്കിക്കൊണ്ടല്ല സംസാരിക്കുന്നത്. പക്ഷെ കുറച്ചെങ്കിലും സാമാന്യം ബുദ്ധി ഇല്ലെന്നുണ്ടെങ്കിൽ ഉള്ള അവസ്ഥയാണിത്. അപ്പൊ ഞാൻ അന്ന് ഇത് പറയുന്നത് സിനിമയുടെ പേരുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഉദ്ദേശിച്ച് പറഞ്ഞതാണ്. അതോടൊപ്പം തന്നെയാണ് ഇനിയിപ്പോ ഹരീഷ് വാസുദേവൻ ഇതിന്റെ കൂടുതൽ വിശാലമായിട്ടുള്ള രീതിയിലാണ് ചിന്തിച്ചിരിക്കുന്നത്. അദ്ദേഹം നിയമപരമായിട്ട് തന്നെയാണ് പോയിരിക്കുന്നത്. ഒരു കാരണവശാലും അദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റത്തില്ല. ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങളുടെ പോക്ക്. മലയാള സിനിമകൾക്ക് ഉള്ളിൽ തന്നെ വലിയൊരു കൂട്ടം സംഘപരിവാർ ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. അപ്പൊ നമ്മൾ വിചാരിക്കും ഇപ്പൊ ഹരീഷ് വാസുദേവന്റെ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് വളരെ സത്യസന്ധമായിട്ട് തന്നെ ആണ് ഈ ഒരു വിഷയത്തിൽ, അതായത് സുരേഷ് ഗോപി അഭിനയിക്കുന്ന ഈ ജാനകി സ്റ്റേറ്റ് ഓഫ് കേരള ഈ ഒരു സിനിമ അവർക്കൊരു അനുഭവം വന്നത് കൊണ്ട് മാത്രമാണ് അവര് എതിർത്ത് നിൽക്കുന്നത്. അല്ലെങ്കിൽ അവര് ഒരു കാരണവശാലും ഇപ്പൊ ഇതേതെങ്കിലും രീതിയിലൊരു പൃഥ്വിരാജിന് വേണ്ടിയുള്ള ഒരു സിനിമയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ അതുപോലെ പിന്നെ മറ്റുള്ള സംഘപരിവാറിന് പുറത്ത് നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഇപ്പൊ വിനായകന്റെ സിനിമയാവട്ടെ, അങ്ങനെയൊക്കെ വരുമ്പോൾ ഇവരൊക്കെ കലി തുള്ളി വേണമെന്നുണ്ടെങ്കിൽ കേരളം എടുത്ത് തിരിച്ചു വയ്ക്കും. ആ ഒരു അവസ്ഥ ഇവിടെ ഉണ്ടായാല. പക്ഷെ നിലവില് ഇപ്പം സംഖ്യകളുടെ അണ്ണാക്കിലാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവന്മാർ ആരും ഒന്നും മിണ്ടായിരിക്കുന്നത്. എന്ത് തന്നെ ആയാലും സിനിമയിൽ ഒരു പേര് കൊടുക്കുമ്പോൾ ആ പേരിനകത്ത് ഇനി ഇനിഷ്യൽ കൊടുക്കണമെന്നാണ് പറയുന്നത്. ഇപ്പം ജാനകി എന്ന് പറയുന്ന പേരിനൊപ്പം അച്ഛൻ ആരാണ്, അല്ലെങ്കിൽ ജാനകിയുടെ ആ അച്ഛന്റെ ആ ഇനിഷ്യൽ കൂടി കൊടുത്തുകൊണ്ട് എന്തൊക്കെ പൊട്ടന്മാരാണ് ഇതിനകത്ത്, പൊട്ടത്തരമാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കഥയും ആ കഥയിലെ കഥാപാത്രങ്ങളും എന്ന് പറയുന്നത് കലാകാരന്മാരുടെ മനസ്സിലുണ്ടാകുന്ന ഒരു സൃഷ്ടിയാണ്. അത് കാണണോ അല്ലെങ്കിൽ ആ സിനിമയിൽ എന്തെങ്കിലും കാണാൻ കൊള്ളില്ല, അല്ലെങ്കിൽ അതിന്റെ സ്റ്റോറി ശരിയല്ല, അല്ലെങ്കിൽ കഥ പോകുന്ന ആ ഒരു രീതി, അതിനൊക്കെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ഒരു സിനിമയെ വിലയിരുത്തി അത് കാണാനായിട്ട് ഉണ്ടാകുന്ന ഒരു വ്യഗ്രത. അപ്പൊ അതിലുണ്ടാകുന്ന കോട്ടങ്ങളെ ജനങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയില്ലേ? അതെന്താ ഈ സിനിമയെ ആരാധിക്കുന്ന അല്ലെങ്കിൽ സിനിമകളെ കാണാൻ ഉള്ള പ്രേക്ഷക സമൂഹം പൊട്ടന്മാരും അല്ലാണോ? ഇപ്പൊ ഈ സെൻസർ ബോർഡ് ഈ ഒരു രീതിയിൽ പോയെങ്കിൽ മാത്രമേ ഈ മലയാള സിനിമ അല്ലെങ്കിൽ ഇന്ത്യയിലെ സിനിമ ഈ ലോകം ഒരു കാരണവശാല് നമുക്ക് എടുത്തു പറയേണ്ട കാര്യം ഹരീഷ് വാസുദേവൻ പറഞ്ഞിരിക്കുന്ന ഇന്ത്യയിൽ മൊത്തത്തിലുള്ള ഒരു നിയമവശമാണ് പക്ഷേ ഈ ചോദിക്കുന്നത്. അതായത് ഈ കേരളത്തിലെ മാത്രമല്ല, ഇന്ത്യയിൽ ഇനി ഏതെങ്കിലും സിനിമ റിലീസ് ആവുകയാണെന്നുണ്ടെങ്കിൽ ആ സിനിമയ്ക്ക് കൊടുക്കേണ്ട പേരുകൾ അത് ഹിന്ദു ദൈവങ്ങളുടെ ഏത് പേര് ആണ് പ്രശ്നമായിട്ടുള്ളത്, അതിന്റെ ലിസ്റ്റ് അദ്ദേഹത്തിന് വേണമെന്നാണ്. അപ്പൊ ആ ലിസ്റ്റ് വരുമ്പോഴത്തേക്കും ആ ലിസ്റ്റിന്റെ പ്രകാരമുള്ള പേരുകൾ ആരും തന്നെ ഇനിയുള്ള സിനിമകളിൽ ഉപയോഗിക്കില്ല. അതാണ് ഹരീഷ് വാസുദേവൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഒരു കാര്യം പറയാം, ഇത് വൻ ട്രോളിലേക്കാണ് പോവുക.
ചിരിച്ച് സത്യം പറഞ്ഞാൽ ചിരിച്ച് വയറുവേദന എടുക്കുന്നത്. നമുക്ക് പിന്നെ ഇതിനകത്ത് നിന്ന് ചിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നന്ദി, നമസ്കാരം.